ശ്രീ അരുൺ മോഹൻ, ഗുരുപൂർണിമ ദിവസം ഗുരുവന്ദനം നടത്തുമ്പോൾ, ഗുരുപൂജ നടത്തുമ്പോൾ എന്തിനാണ് അതിനെ ഇത്രയധികം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്? അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് നടത്തിയത്. പക്ഷേ അവിടെ ജാതീയമായ ചിന്തകൾ വരുത്തി തീർത്തുകൊണ്ട് ഇത്രയധികം അസഹിഷ്ണുത തീർത്തത് ആരാണ്, അല്ലെങ്കിൽ ആർക്കാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇത് കടക്കേണ്ടതിന്റെ ആവശ്യം? ചർച്ചയ്ക്ക് ഈ വിഷയമെടുത്ത ജന ടി വി ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ വിഷയത്തില് ഭാരതീയ വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളിലാണ് ഗുരുപൂജ സംഘടിപ്പിച്ചത് ഇപ്പോൾ വിവാദമാക്കാൻ ചിലർ ബോധപൂർവ്വം പരിശ്രമിക്കുന്നു. ഈ പരിശ്രമം അവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അന്റോണിയോ ഗ്രാംഷിയുടെ കാലഘട്ടം മുതൽ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. കൾച്ചറൽ മാർക്സിസത്തിന്റെയൊക്കെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ അന്റോണിയോ ഗ്രാംജി, ഫെഡറിക് മാർക്രൂസ്, ഇങ്ങനെയൊക്കെയുള്ള തത്വചിന്തകന്മാര് ഏതെങ്കിലും ഒരു രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണമെങ്കിൽ, അത് വളരണമെങ്കിൽ ആ നാടിന്റെ കൾച്ചറിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ അവരുടെ ഒരു തിയറിയുണ്ട്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ക്യാൻസൽ കൾച്ചർ എന്ന് തന്നെയാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ഈ ക്യാൻസൽ കൾച്ചർ ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതീയമായതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെ അവർ തുടങ്ങിയതല്ല. ഈ പരിശ്രമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൃഗീയമായ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ കേരളത്തിലുള്ളത്. അതുകൊണ്ട് അവരിത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മുമ്പ് രക്ഷാബന്ധനെതിരെ ഉണ്ടായിരുന്നു, ഗുരുപൂജയ്ക്കെതിരെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോ പ്രത്യേകിച്ച് ആശയ ദാരിദ്ര്യം വന്നിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിക്ക് അവരുടെ തന്നെ പാർട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന വളരെ വീക്കാണെന്നും അവര് പോരാ എന്നുള്ളതൊക്കെ അവരുടെ പാർട്ടി റിപ്പോർട്ട്, അതൊക്കെ അവരുടെ കാര്യമാണ്. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ച് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നതിന്റെ പേര് കാട്ടിക്കൂട്ട് ചില ഗിമ്മിക്കുകൾ മാത്രമാണ്. ഇതിനെയൊന്നും സാക്ഷര കേരളം ഗൗരവപരമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് ഒരു സൈദ്ധാന്തികപരമായ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ അവരുടെ നേതാക്കന്മാർ തന്നെ ഉപദേശിച്ചു കൊടുത്ത് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോര വാരിക്കുന്നത് പോലെ കുറച്ചു പേരെ ഇറക്കി വിടുന്നു. വിദ്യാഭ്യാസ മന്ത്രി ദൗർഭാഗ്യവശാൽ അതിന് താളം തുള്ളുന്നു, ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു. സമീപകാലത്ത് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആശുപത്രി കെട്ടിടം വീണ് സ്ത്രീ മരിച്ച വിഷയം ഉൾപ്പെടെ ഈ സർവകലാശാലകളിലെ ഓഡിറ്റിംഗ് വേണ്ട എന്ന് തീരുമാനിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗമൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത്. കീമിന്റെ റിസൾട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്യുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടായി. ഈ വിഷയങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഗുരുപൂജയാണ് ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം. എന്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഇതിൽ ആരാണ് പരാതിക്കാർ? നമ്മളൊരു വിഷയം കൺസിഡർ ചെയ്യുന്ന സമയത്ത് പരാതിക്കാരുള്ള സമയത്തല്ലേ അതിന്റെ പേരിൽ ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ പോലീസോ ഒക്കെ നടപടികൾ സ്വീകരിക്കണം. ഇതിൽ ആരാണ് പരാതിക്കാര്? തങ്ങളുടെ കുട്ടികൾ ഗുരുഭക്തരായി വളരണം എന്നുള്ളത് വിദ്യാനികേതന്റെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന ഓരോ മാതാപിതാക്കളുടെ ആവശ്യമാണ്. ഈ കെട്ട കാലത്ത് കുട്ടി നന്നായി വളരണമെന്നുണ്ടെങ്കിൽ അതല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ കേരളത്തിൽ 360 പരം വിദ്യാലയങ്ങളാണ്. ഈ അടുത്ത് നിങ്ങൾ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞു. മറ്റേ ഞാൻ ഇന്നിപ്പോ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് മുന്നേ കണ്ട് മാവേലിക്കര വിദ്യാരാജ വിദ്യാമന്ദിരം സൈനിക് സ്കൂളാണ്. 2800 പരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പൊ ഇങ്ങനെ ചില വിദ്യാലയങ്ങളെ ടാർഗറ്റ് ചെയ്ത് തകർക്കുക എന്നുള്ളൊരു നീക്കം അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ ചെലവിൽ വിദ്യാനികേതനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നു, താല്പര്യപ്പെടുന്നു. അങ്ങനെ ഏതായാലും ഗുരുപൂർണിമ ഇത്രയേറെ, ഗുരുപൂർണിമയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയും വിശാലമായി ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കാൻ SFIയും അതേപോലെ തന്നെ CPM-ഉം ചില മാധ്യമങ്ങളും ഒക്കെ നടത്തുന്ന പരിശ്രമങ്ങളോട് നന്ദിയാണ്. സത്യം പറഞ്ഞാല് ഈ ചിന്താഗതിയെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് എന്റെ അഭിപ്രായം. ശ്രീ അരുൺ മോഹൻ, താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് നമ്മുടെ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രേക്ഷകരും ചേരുന്നുണ്ട് അവരുടെ അഭിപ്രായവുമായി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും പ്രസന്നമണി ഇപ്പോൾ ടെലിഫോണിൽ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നമണി, എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് വളരെ വേദനയോടെയാണ് ഈ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മീഡിയാസിൽ ഇത് കണ്ടതും. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഭാരതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നമ്മുടെ ദേശീയതയിലും നമ്മുടെ ഹിന്ദു എന്നുള്ളതിനേക്കാൾ ഉപരി സനാതനധർമ്മ അധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരത്തിലും പൈതൃകത്തിലും ഒക്കെയാണ്. പൂർണ്ണമായും വളരെ ബോധപൂർവം ഇതിനെ നശിപ്പിച്ച് നമ്മുടെ നാടിനെ നശിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും ഭാരതീയ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി തീവ്രവാദികളുടെ ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ
അവസാന ഭാഗമായിട്ടാണ് ഇപ്പോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിക്കുക, നമ്മുടെ അച്ഛനെ, നമ്മുടെ അമ്മയെ, നമ്മുടെ സഹോദരിമാരെ ഒക്കെ വന്ദിക്കുക എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംസ്കാരം ഭൗതിക ജീവിതത്തിൽ മാത്രം, ഭൗതിക സുഖഭോഗങ്ങളിൽ മാത്രമാണ് സംതൃപ്തി എന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലൂടെ വളരുന്ന ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതല്ല. വളരെ വേദനയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ആ ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതിന്, നമ്മുടെ മൂല്യത്തെ ഇല്ലാതാക്കി മുഴുവൻ നാടിനെയും സംസ്കൃതിയെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അധമന്മാരുടെ പ്രവർത്തനത്തെ എത്രമാത്രം നമ്മൾ സംഘടിതരായി നിന്നുകൊണ്ട് ഇവരെ എന്താ പറയുക, ഇവരെ ഈ രാക്ഷസീയ വർഗത്തെ പരാജയപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്ന ആൾക്കാരുള്ള നമ്മുടെ നാടാണിത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി വളരെ വേദനയോടുകൂടി പറയുവാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പ്രസന്നമണി, അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.